ഹലോ ഡിയേഴ്സ്, രാവിലെ വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് വളരെ തിരക്കിലായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പാകത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഓരോ സ്ലൈസ് ബ്രെഡിൻ്റെയും മിഡിൽ ഭാഗം ഒരു മോൾഡ് വെച്ച് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഉള്ളിലെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചൂടായ ദോശ തവയിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ 2 സ്ലൈസ് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നടുവിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള കുരുമുളക് പൊടി തൂവി കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് ചെറുതായി കട്ട് ചെയ്തതും കൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒരു സ്ലൈസ് ബ്രെഡ് നമ്മൾ മാറ്റി വെച്ചത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ക്യൂബ്സായി കട്ട് ചെയ്ത ചീസ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തും ചേർക്കാം കേട്ടോ. ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി കോറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ നടുവ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതും കൂടി നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി തൂവി കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറക്കുക. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നടുവിൽ കട്ട് ചെയ്ത ഭാഗം ഒന്ന് തിരിച്ചിടാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പും നമുക്ക് ഉപയോഗിക്കാം. അതാവുമ്പോൾ കുറച്ചുകൂടി സ്വീറ്റ്നെസ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ അതായിരിക്കും കൂടുതൽ ഇഷ്ടം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിളാണ്. അംഗങ്ങളുടെ നമ്പർ അനുസരിച്ച് നമുക്ക് ഇതുപോലെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്കിതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.